ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ചേനയും പിന്നെ ചെറുപയറും കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഈ ചേനയൊക്കെ മുറിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ചേന ഞാനെല്ലാം സ്ക്വയർ ടൈപ്പ് ആയിട്ടാണ് മുറിച്ചെടുത്തത്. അപ്പോൾ ഇതിൽ വളരെ ചെറുതായിട്ട് മുറിക്കേണ്ട കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെറുപയർ ഞാൻ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെറുപയർ ചൂടാക്കി എടുത്തില്ല. അപ്പോൾ നമുക്ക് ചെറുതായി ഒന്ന് ചൂടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറുപയർ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾക്ക് മുറിച്ച് വെച്ച ചേന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേന പെട്ടെന്ന് വേവുന്ന ചേനയാണ്, നാടൻ ചേനയാണ്. അപ്പോൾ ചേന ഇത് രണ്ടും വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് വേവാൻ പാകത്തിലുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ചെറുതായി താഴ്ന്നു നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഏറ്റവും ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചേനയും ചെറുപയറും അവിടുന്ന് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1/4 ടീസ്പൂൺ വേണ്ട, അതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അരച്ചെടുക്കുമ്പോൾ ജസ്റ്റ് ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ സാദാ ജീരകം, അതായത് കറി ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചുവന്ന മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ ആ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് അങ്ങനെ മുറിച്ചെടുത്തിട്ടാ, ഇതാ കുറച്ച് തരിതരിപ്പോടെയാണ് അരച്ചെടുത്തത്. അപ്പോൾ ഞാൻ ഈ കറി അധികം ഒന്ന് വെള്ളാക്കിയിട്ടല്ല വെക്കുന്നത്, എരിശ്ശേരി രൂപത്തിലാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ചെറുപയറും ചേനയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് നമുക്ക് പിന്നെ എത്രയാണോ വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അതിന് കണക്കായ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചേനയും കായും നന്നായി വെന്ത് വന്നതിന് ശേഷം തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ചേനയും കായും വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇതാ നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ഉപ്പ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കറി ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതാ ഒരു 4-5 വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട്. അതൊരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂട്ടും. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വറവിൻ്റെ സാധനം നോക്കാം. 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 ടേബിൾ സ്പൂൺ പിന്നെ തേങ്ങ ചിരവിയത്, 3 വറ്റൽമുളക്. ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് തേങ്ങയാണ്. അതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം നോക്കി പാകത്തിനുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാം. കറിവേപ്പില കിട്ടുന്നവർ കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ വറവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചേനയും കായും മൊളീശം എരിശ്ശേരി എന്നൊക്കെ പറയാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചേനയും കായും. ഇതിൻ്റെ കൂടെ ഈ ചെറുപയർ മാത്രമല്ല, നമ്മുടെ വലിയ പയറുണ്ടല്ലോ മമ്പയർ എന്ന് പറയുന്നത്, അതുകൂടി ഇതിൻ്റെ കൂടെ ചേനയുടെ കൂടെ ചേർത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ രണ്ടും ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചേനയും പയറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.